ഔട്ട് പാസിൽ HOD സൈൻ ഇല്ല, അത് പറ്റില്ല. HOD വൈസ് പ്രിൻസിപ്പലിന്റെ സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടത്തുള്ളൂ. ID കാർഡ് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടിച്ചേ പറ്റുമോളെ. നമുക്കെന്തുറപ്പാ താൻ ഈ കോളേജിലാണെന്ന്? ആർക്കറിയാം, വേറെ ഏതെങ്കിലും കോളേജിലെ കുട്ടി ഇവിടുത്തെ യൂണിഫോം ഇട്ട് വന്ന് ഇവിടെ നിൽക്കുന്നതാണെങ്കിലോ? നാളെ ചിലപ്പോൾ വഴി കൂടെ പോകുന്ന ഏതൊരാളും നമ്മുടെ യൂണിഫോം ഇട്ട് ഈ കോളേജിൽ കയറി വന്ന് പഠിച്ചാലോ? നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? മിക്കവാറും ഈ ഫോം റിജക്റ്റ് ആയിപ്പോ. കാരണം അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നെയ്ബേഴ്സിന്റെ 2-3 ഫോട്ടോ, അവരുടെ അഡ്രസ്സും അവരുടെ സൈനോ എന്തെങ്കിലും നമുക്ക് വേണ്ടേ? അറ്റ്ലീസ്റ്റ് മോളെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. തനിക്ക് തന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, പക്ഷെ മറ്റൊരാളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. ആ കുട്ടി തന്നെ വന്ന് സബ്മിറ്റ് ചെയ്ത് സൈൻ ഇട്ടാൽ മാത്രമേ നമ്മുടെ അസൈൻമെന്റ് എടുക്കത്തുള്ളൂ. പിന്നെ ആ സൈൻ കറക്റ്റ് ആണോ എന്ന് 3-4 ഡോക്യുമെന്റ്സ് വെച്ച് വെരിഫൈ ചെയ്യും നമ്മൾ. ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണ് വിത്ത്ഹെൽഡ് ചെയ്തേക്കുന്ന റിസൾട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഫീസ് അടയ്ക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പോയി ചെയ്യേണ്ടി വരും. എല്ലാ ഡോക്യുമെന്റും ഉണ്ട്, പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ജനിച്ച സമയമില്ല, ജനിച്ച ഹോസ്പിറ്റലില്ല, ജനിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വിറ്റ്നസ്സുകളില്ല, ആരുമില്ലല്ലോ. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നടക്കത്തില്ല. ഇപ്പൊ നാളെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവരും.